കഴിഞ്ഞ ദിവസം റാസൽ ഖൈമയിൽ വലിയ കൊടുങ്കാറ്റടിച്ചു, ശക്തമായ മഴ പെയ്തു. നമ്മളെ തൊട്ടടുത്ത പ്രദേശമായ കുടിഞ്ഞിയിലെ ഒരു 27 വയസ്സുള്ള ചെറുപ്പക്കാരൻ മഴ നനയാതിരിക്കാൻ വേണ്ടി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ അഭയം തേടിയതാ, മഴ കൊള്ളാതിരിക്കാൻ. മഴ കൊണ്ട് വരുന്ന ചെറിയ പനിയും ജലദോഷവും പേടിച്ച്, ആ പനിയെയും ജലദോഷത്തെയും പേടിച്ച്, മഴ നനഞ്ഞാലുണ്ടാകുന്ന അസുഖത്തെ പേടിച്ച് മഴ നനയാതെ കയറി നിന്ന ആ ചെറുപ്പക്കാരൻ്റെ തലയിലേക്ക് വലിയൊരു കല്ല് വന്ന് വീണ് ആ സ്ഥലത്ത് വെച്ച് ആ ചെറുപ്പക്കാരൻ മരിച്ച വാർത്തയാണ് ഇന്നലെയും ഇന്നൊക്കെ നമ്മൾ കേട്ടത്. നമ്മളെ തൊട്ടടുത്ത പ്രദേശമാണ്. അവിടെ ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിലെ പ്രതീക്ഷയായ ഏക ചെറുപ്പക്കാരൻ. 2 സഹോദരിമാരാ, ഒരു സഹോദരൻ്റെ നിക്കാഹ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇവൻ കഴിഞ്ഞ ലീവിൽ വന്നപ്പോൾ നിക്കാഹ് നടത്തി, നിക്കാഹ് കഴിഞ്ഞ് പോയതാണ്. ഇനി കല്യാണം നടത്താനാണ് വരേണ്ടത്. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ. ഇന്ന് ആ വീട്ടുമുറ്റത്ത് ആളുകളുണ്ട്. മയ്യത്ത് അവിടെ മറമാടണോ, മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണോ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ, എപ്പോൾ ഇവിടെ മയ്യത്ത് നിസ്കരിക്കണം, എപ്പോഴാണ് അവിടെ മയ്യത്ത് നിസ്കാരം നടക്കുക, ഈ ചർച്ചകളാണ് ആ വീട്ടുമുറ്റത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ആഘോഷം, ആ ആഘോഷത്തിന് പടക്കം പൊട്ടിക്കാൻ പടക്കങ്ങൾ സ്കൂട്ടറിൽ വെച്ച് നിന്ന പുളിക്കൽ പെരിയമ്പലത്തൊരു സഹോദരൻ ആ പടക്കം പൊട്ടി കത്തി, ശരീരം മുഴുവനായി കത്തി. സ്വന്തം ഉമ്മക്കും ഭാര്യക്കും കുടുംബത്തിനും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത വിധം പുളിക്കൽ മദീനത്തുൽ അറബിക് കോളേജിൻ്റെ മുറ്റത്ത് ആ മയ്യത്ത് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് വെച്ചു. ആയിരക്കണക്കിന് ആളുകൾ ആ മയ്യത്ത് നിസ്കരിച്ചു. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ, ആഘോഷം, സന്തോഷം, ആനന്ദം. അതിനിടയ്ക്ക് കണ്ണുനീര്, നെടുവീർപ്പുകൾ, പൊട്ടിക്കരച്ചിലുകൾ, തേങ്ങലുകൾ. ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇടയ്ക്ക് കയറി വരികയാണ്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ എപ്പോഴൊക്കെ നമുക്കാർക്കും അറിയില്ല സഹോദരങ്ങളെ.